കലാവേദികൾ കൊണ്ട് സമ്പന്നമായ നഗരമായിട്ടും അനന്തപുരി ഇത്രയും നാൾ കാണാൻ വിട്ടുപോയ ഒന്ന്. സർവകലാവല്ലഭനായ കാവാലം നാരായണ പണിക്കരുടെ ഗാനരചയിതാവെന്ന നിലയിലുള്ള പ്രതിഭാവിലാസം. കാവാലം ഗാനങ്ങളുടെ മഴവിലി തീർത്തുകൊണ്ട് SBT സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് ആ പ്രതിഭയാരെന്ന് കാട്ടിത്തന്നു. പൂവാങ്കുഴലി പെണ്ണ് എന്ന വരികൾ ഇനിയും ഒരുപക്ഷെ എഴുതപ്പെട്ടേക്കാം. പക്ഷേ അവളുടെ കിളുന്ത് പോലുള്ള മനസ്സിലേക്ക് എത്തിനോക്കുന്ന വരികൾ ഇനി ഉണ്ടാകുകയില്ല എന്ന് വരാം. മുക്കുറ്റി തിരുതാളി വീണ്ടും എഴുതപ്പെടാം. ആ ബിംബങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇനിയും വരാം. പക്ഷെ കാടും പടലും പറിച്ചു കെട്ടി ആരും വരില്ല. ലാളിത്യമുള്ള പദങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ച ചിത്രങ്ങൾ വർണ്ണമയമാണ്. നിറങ്ങളെ പാടൂ. കാവാലം രചനയുടെ എല്ലാ നിറങ്ങളും ഉൾച്ചേരുന്ന ആ വരി തന്നെയായിരുന്നു ഈ ഗാനമാലികയുടെ ശീർഷകം. നാട്ടുമൊഴികളുടെ മണ്ണിൽ പാദം നട്ട് ദേവഭാഷയുടെ മച്ചോളം തലയെടുത്ത് നിന്ന കാവാലം രചനകൾക്ക് യുവഗായകർ ശബ്ദം നൽകി. പരിപാടിയുടെ ഏകോപനം നിർവഹിച്ച ജയനൊപ്പം അഭിലാഷ്, ഹരിശങ്കർ, രേഷ്മ, ഗായത്രി, ശങ്കർ എന്നിവരായിരുന്നു വേദിയിൽ. രോഹിത് കൃഷ്ണൻ കീബോർഡിലും നാരായണൻ തബലയിലും ഒരുക്കിയ താളലയത്തിന്റെ തേരിൽ പല്ലവികൾ ഒഴുകി. ഗാനങ്ങൾക്ക് കേൾവിക്കാരനായി കാവാലം വേദിയിലിരുന്നു. നിരവധ്യമീ നടനവിലാസം പകലുമീരവും പകരും പദചലനലയമേളം കരയുണ്ടോ യാമങ്ങൾക്കൊരു മുടിവുണ്ടോ തിരമാല വഴിയേ ചെന്നാലേ അല്ലിനു തീരമുണ്ടോ. SBT മാനേജിംഗ് ഡയറക്ടർ ജീവൻദാസ് നാരായണൻ കാവാലം നാരായണ പണിക്കരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. All of us need to be part and parcel of the bank, whether it is in business activities of the bank or whether it is in cultural and other activities involving the employees. Because unless cultural integration is there, unless emotional integration is there, we cannot feel part of the organization, we cannot give our best to the organization. ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയായി അത്. സാർത്ഥകമായ തുടക്കം. കൾച്ചറൽ ഡെസ്ക്, ACV ന്യൂസ്.